ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വിജിലൻസ്. ഇടനിലക്കാരൻ രഞ്ജിത്ത് വാര്യരുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമാണ്. 2, 3, 4 പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുണ്ടെന്നാണ് വിജിലൻസ് SP S ശശിധരൻ പറയുന്നത്. കൃത്യമായ തെളിവ് ശേഖരിച്ച ശേഷമായിരിക്കും ED ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുക. പരാതിക്കാരന്റെ പശ്ചാത്തലം പിന്നീട് പരിശോധിക്കാമെന്നും വിജിലൻസ് SP പറഞ്ഞു. പരാതിക്കാരൻ്റെ മൊഴിപ്രകാരമാണ് ഒന്നാം പ്രതിയെ FIR-ൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്തത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുക. ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡി ചോദിക്കുന്നത് SS ശരണും R റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ്. വിവരങ്ങളുമായി ആദ്യം SS ശരണിലേക്ക്. SS ശരൺ, വിജിലൻസിന്റെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട്. എന്നാൽ ED ഉദ്യോഗസ്ഥരിലേക്ക് എത്തുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണോ SP ഇപ്പോൾ സൂചിപ്പിക്കുന്നത്? സുജി, അത്തരത്തിൽ ഒരു കാര്യം തന്നെയാണ് വിജിലൻസ് SP ശശിധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഇതിനകം തന്നെ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 2, 3, 4 പ്രതികളായ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ അസിസ്റ്റന്റ് ഡയറക്ടറായ EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ആളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അത് ശേഖർ കുമാറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് കഴിഞ്ഞ ദിവസം ഈ രഞ്ജിത്ത് വാര്യർ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടായ രഞ്ജിത്ത് വാര്യരുടെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഡയറി കണ്ടെടുത്തിരുന്നു. ആ ഡയറിയിൽ പ്രധാനമായും ED സമൻസ് അയച്ച ആളുകളുടെ വിവരങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡയറിക്ക് പുറമെ തന്നെ 2 കാര്യങ്ങൾ, അതായത് മൊബൈൽ ഫോണും ഒപ്പം തന്നെ ഒരു ലാപ്ടോപ്പും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധന ഫലം ലഭ്യമാകേണ്ടതുണ്ട്. അതായത് FSL റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ ഈ രഞ്ജിത്ത് വാര്യരുടെ ED ബന്ധം സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിജിലൻസ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ട് ഇയാളിലേക്ക് പോകാൻ, അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിലേക്ക് പോകാനാണ് ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് നൽകുമെന്നുള്ളൊരു സൂചന കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാവുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം EDയുടെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണമാണ്. ED പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ പരാതിക്കാരനായ അനീഷ് ബാബു പ്രതിയാണെന്നുള്ളതാണ്, PMLA കേസിലെ പ്രതിയാണ്. അപ്പോൾ അയാൾ പറയുന്നത് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇക്കാര്യം ശശിധരനോട് ചൂണ്ടിക്കാട്ടുമ്പോൾ അദ്ദേഹം പറയുന്നത് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. എന്തായാലും EDയുടെ വിശദീകരണത്തിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. വിവരങ്ങൾ നൽകിയത് SS ശരണാണ്. നമുക്ക് R റോഷിപാലിലേക്ക് പോകാം. R റോഷിപാൽ, ശാസ്ത്രീയ പരിശോധനാ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായി ഈ കണ്ണികൾ കൂട്ടിയിണക്കുന്നതിൽ അത് നിർണായകമാകും എന്ന് തന്നെയല്ലേ ഇപ്പോൾ വിജിലൻസ് കരുതുന്നത്? സുജയ പാർവതി, അങ്ങനെ തന്നെയാണ് വിജിലൻസ് കരുതുന്നത്. കാരണം നിലവിലെ അന്വേഷണത്തിൽ നേരത്തെ ശരൺ ചൂണ്ടിക്കാണിച്ചതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറിലേക്ക് എത്തുന്ന ശേഖർ കുമാറിലേക്ക് എത്തുന്ന ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം സത്യത്തിൽ പ്രതിസന്ധിയിലാണ്. കാരണം തെളിവുകളില്ലാതെ ചോദ്യം ചെയ്യുക അത്ര എളുപ്പമാകില്ല. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ ഒരു തെളിവുമില്ലാതെ ചോദ്യം ചെയ്താൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പരമാവധി തെളിവ് ശേഖരിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമാകുന്നത്. ആ ഡിവൈസുകളിൽ നിന്നും എന്തെങ്കിലും തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനെതിരെ ലഭിച്ചാൽ അത് മാത്രമായിരിക്കും തെളിവായി ഉണ്ടാവുക ഈ കേസിൽ. ഏതായാലും അതിൽ മാത്രമാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുക വിജിലൻസിന് എളുപ്പമല്ല. മാത്രവുമല്ല, ഇവർ പണം സ്വീകരിച്ചോ എന്ന് കണ്ടെത്തണം, പണം ആവശ്യപ്പെട്ടോ എന്ന് തെളിയിക്കണം. ഇങ്ങനെയുള്ള ഒട്ടേറെ കടമ്പകൾ അന്വേഷണ സംഘമായ വിജിലൻസിനുണ്ട്. അതുകൊണ്ടാണ് അതിനായി കാത്തിരിക്കുന്നത്, ആ തെളിവുകൾക്കായി അന്വേഷണ സംഘം കാത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് R റോഷിപാലാണ്. തെളിവ് ശേഖരിക്കാൻ, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കൂട്ടിയിണക്കാൻ വിജിലൻസ് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്.